എല്ലാവർക്കും ഇൻസ്പയർ സോൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും തന്നെ ഒരു ജീവിത വൃത്തിക്കായി ജോലി ചെയ്യുന്ന ആളുകളാണ്. പല രീതിയിൽ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. അതിൽ സൂപ്പർവൈസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, എംപ്ലോയീസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അങ്ങനെ പല പല രീതികളിൽ പല പല വർക്ക് അറ്റ്മോസ്ഫിയറുകൾ ഉള്ള ആളുകളാണ് നമ്മളെല്ലാവരും തന്നെ. അപ്പോൾ ഈ വർക്ക് അറ്റ്മോസ്ഫിയറിൽ ഉള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് പങ്കുവയ്ക്കുന്നത്. രണ്ടു തരം സെൽഫാണ് നമ്മൾ വർക്ക് അറ്റ്മോസ്ഫിയറിൽ മെയിൻ ആയിട്ട് കാണപ്പെടുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. ഒന്ന് പ്രൊഫഷണൽ സെൽഫും മറ്റൊന്ന് പേഴ്സണൽ സെൽഫുമാണ്. അപ്പോൾ എന്താണ് ഈ പ്രൊഫഷണൽ സെൽഫ് എന്ന് പറയുന്നത്? അപ്പൊ നമ്മൾ ജോലിക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഒരിക്കലും നമ്മുടെ വീട്ടുകാരോട് വർത്താനം പറയുന്ന പോലെയോ സുഹൃത്തുക്കളോട് വർത്താനം പറയുന്നത് പോലെയോ ആയിരിക്കില്ല. അവിടെ ഒരു പർപ്പസിന് വേണ്ടിയായിട്ടാണ് നമ്മൾ ഒന്നിച്ചു കൂടുന്നത്. An institution is functioning for a financial gain. ഒരു ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ടാകുവാനും പ്രോഫിറ്റ് ഉണ്ടാകുവാനും വേണ്ടിയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രവർത്തിക്കുന്നത്. അവർ എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നതിന്റെ മെയിൻ പർപ്പസ് അവർ ഡെഡ് ലൈൻ മീറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഒരു ഫിനാൻഷ്യൽ പ്രോസ്പിരിറ്റിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ കാണിക്കുന്നത് എപ്പോഴും ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും. ആ ബിഹേവിയർ എപ്പോഴും ആ കമ്പനിയുടെ ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും. അല്ലാതെ നമ്മുടെ വ്യക്തിത്വത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വ്യക്തിത്വത്തിനോ വേണ്ടിയിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയായിരിക്കില്ല. ഇതിൽ ചിലപ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഉന്നമനം ഉണ്ടായിരിക്കാം, മറ്റുള്ളവരുടെ വ്യക്തിത്വ ഉന്നമനം ഉണ്ടായിരിക്കാം. മെയിൻ ആയിട്ട് അവിടെ വരുന്നത് ഫിനാൻഷ്യൽ ഗെയിൻ ആണ്. നമുക്കും ഒരു ഫിനാൻഷ്യൽ ഗെയിൻ വേണം, അതോടൊപ്പം കമ്പനിക്കും ഒരു ഫിനാൻഷ്യൽ ഗെയിൻ വേണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഒരു പ്രൊഫഷണൽ സെൽഫ് ആയിരിക്കും. പ്രൊഫഷണൽ സെൽഫ് എന്ന് പറയുമ്പോൾ ഡെഡ് ലൈനോട് കൂടി കാര്യങ്ങൾ തീർക്കുക, മറ്റുള്ളവരായിട്ടുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഒൺലി ഫോർ എ പ്രൊഫഷണൽ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. അവിടെ മറ്റു വ്യക്തികളും ജോലിക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് ഒരു ഡീപ്പ് റിലേഷനോ അങ്ങനെയൊന്നും ഉണ്ടായെന്ന് വരികയില്ല. ഇപ്പൊ ലോങ് ടൈമിൽ അവിടെ നിന്ന് ചിലപ്പോൾ നമുക്ക് അവരുമായിട്ട് ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് വന്നേക്കാം, കുറെ നാൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നത് വഴിയായിട്ട്. പക്ഷെ പലപ്പോഴും അത് ഒരു എന്താ പറയാ ഒരു ടെമ്പററി റിലേഷൻ ആണ് എന്നാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പൊ ഒരാൾ ജോലി നിർത്തി പോവാം, അപ്പോ അല്ലെങ്കിൽ നമ്മൾ ജോലി നിർത്തി പോവാം, അപ്പൊ എന്തും തന്നെ സംഭവിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സെൽഫ് ആണ് നമ്മൾ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. നമ്മുടെ ഒരു പ്രൊഫഷണൽ പാർട്ട് ഓഫ് ദ സെൽഫിനെയാണ് നമ്മൾ കൂടുതലായിട്ട് അവിടെ കാണുന്നത്. എങ്കിൽ എന്താണ് പേഴ്സണൽ സെൽഫ് എന്ന് പറയുന്നത്? പേഴ്സണൽ സെൽഫ് എന്ന് പറയുന്നത് നമ്മുടെ സെൽഫിന്റെ തന്നെ ക്വാളിറ്റിയാണ്. അതായത് മറ്റുള്ളവരുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് സ്ഥാപിക്കാനുള്ള നമ്മുടെ സെൽഫിന്റെ കപ്പാസിറ്റിയെയും ആ ഒരു സെൽഫിന്റെ ഒരു ഭാഗത്തെയാണ് നമ്മൾ പേഴ്സണൽ സെൽഫ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു. അവിടെ നമ്മൾ ആത്മാർത്ഥത എന്ന് പറയുന്ന ഒരു കാര്യം അവരോട് കാണിക്കുകയും അതോടൊപ്പം തന്നെ അവരെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയും അവരിൽ കൂടുതൽ തൽപരരാവുകയും ചെയ്യുന്നത് വഴി ഒരു എന്താ പറയാ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഒരു പേഴ്സണൽ അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വർക്ക് അറ്റ്മോസ്ഫിയറിൽ നമുക്ക് പലപ്പോഴും ഈ ഒരു പേഴ്സണൽ സെൽഫിനെ കൊണ്ടുവരാനായിട്ട് പ്രാക്ടിക്കലി വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ എന്നിരുന്നാലും എവിടെയൊക്കെയോ നമ്മൾ നമ്മുടെ പേഴ്സണൽ സെൽഫിനെ കൂടി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ മറ്റുള്ളവരുമായിട്ടുള്ള നമ്മൾ ബന്ധപ്പെടുമ്പോൾ ആ ബന്ധത്തിൽ ഒരു പേഴ്സണൽ ഒരു എലമെന്റ് കൂടി കൊടുക്കാനായിട്ട് നമ്മൾ മനുഷ്യരാണ്, നമ്മൾ യന്ത്രങ്ങളല്ല എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പേഴ്സണൽ എലമെന്റ് നമ്മുടെ ആ ഒരു വർക്ക് അറ്റ്മോസ്ഫിയറിൽ കൊടുക്കുന്നുണ്ട്. അപ്പോ നമ്മൾ ഏത് സെൽഫാണ് കൂടുതലായിട്ട് അവിടെ കൊടുക്കുന്നത്? പ്രൊഫഷണൽ സെൽഫാണോ പേഴ്സണൽ സെൽഫാണോ? അപ്പോ ചിലർ പറയും പ്രൊഫഷണൽ സെൽഫ് മാത്രമാണെന്ന്, ചിലർ പറയും പ്രൊഫഷണൽ സെൽഫും പേഴ്സണൽ സെൽഫും കൊടുക്കുന്നുണ്ടെന്ന് പറയും, ചിലർ പറയും പേഴ്സണൽ സെൽഫാണ് കൂടുതൽ കൊടുക്കുന്നത് എന്നും പറയും. അപ്പൊ ഇവിടെ ഏത് അപ്രോച്ചാണ് ഏറ്റവും ഒരു വർക്ക് അറ്റ്മോസ്ഫിയറിന് ഏറ്റവും നല്ലതായിട്ടുള്ളത്? പ്രൊഫഷണൽ സെൽഫ് മാത്രം കൊടുത്താൽ മതിയോ, അല്ലെങ്കിൽ പേഴ്സണൽ സെൽഫ് മാത്രം കൊടുത്താൽ മതിയോ, അല്ലെങ്കിൽ പ്രൊഫഷണൽ സെൽഫും പേഴ്സണൽ സെൽഫും കൂടെ കൊടുക്കണം? മൂന്നാമത് പറഞ്ഞ പ്രൊഫഷണൽ സെൽഫും പേഴ്സണൽ സെൽഫും കൂടെ കൊടുക്കുന്നതായിരിക്കാം കുറച്ചുകൂടെ നല്ലൊരു അപ്രോച്ച് എന്ന് നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കും. ഇപ്പോ നിങ്ങളൊരു കമ്പനിയുടെ മാനേജർ ആണെങ്കിൽ എങ്ങനെ അവിടെയുള്ള എംപ്ലോയീസിനോട് നമ്മൾ പെരുമാറും? തികച്ചും ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവിടെ എംപ്ലോയീസിനും മാനേജേഴ്സിനും തമ്മിൽ ഒരു മെക്കാനിക്കൽ റിലേഷൻഷിപ്പ് ആയിരിക്കും
ഉണ്ടായിരിക്കുക. മറിച്ച് മാനേജർ എംപ്ലോയീസിന്റെ കാര്യങ്ങളിൽ വളരെയധികം തൽപരനാവുകയും അവരെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനൊക്കെ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർ കൂടുതൽ വർക്ക് ചെയ്യും. അവർ വർക്ക് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് മാനേജർ അവരിൽ തൽപരനാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. അവിടെ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിനുള്ള സാധ്യതകൾ നമുക്ക് കൂടുതൽ കാണാനായിട്ട് സാധിക്കും. ഒരു പേഴ്സണൽ സെൽഫ് കൂടി കൊടുക്കുന്ന ഒരു മാനേജർക്ക് അയാളുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ കമ്പനിയുടെ ഔട്ട്പുട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കമ്പനി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം, എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം. അപ്പൊ അവിടെ ആ മാനേജർ ഒരു പേഴ്സണൽ സെൽഫ് കൂടി കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഔട്ട്പുട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇല്ല, നിങ്ങളൊരു എംപ്ലോയി ആണെന്ന് വിചാരിക്കുക, നിങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ പ്രൊഫഷണൽ സെൽഫിനോടൊപ്പം തന്നെ നിങ്ങളൊരു പേഴ്സണൽ സെൽഫ് വേറൊരു വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിക്കുകയും ആത്മാർത്ഥത കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് വളരെ കുറവായിരിക്കാം, പക്ഷെ നിങ്ങൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രം ദ ബോട്ടം ഓഫ് ഹാർട്ട് നമുക്കത് ചെയ്യാനായിട്ട് എവിടേക്കോ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു വർക്കിൽ ഒരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ കൂടി കണ്ടെത്താനായിട്ട് സാധിക്കും. മറ്റു വ്യക്തികളുമായി നല്ല രീതിയിൽ ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെയധികം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം റിലാക്സിങ് ആയിരിക്കും. അതോടൊപ്പം തന്നെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമ്മളെ കൺസിഡർ ചെയ്യാനും കെയർ ചെയ്യാനും ആരൊക്കെ അവിടെ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ നമ്മുടെ വർക്ക് അറ്റ്മോസ്ഫിയറിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വർക്ക് അറ്റ്മോസ്ഫിയറിൽ പ്രൊഫഷണൽ സെൽഫിനോടൊപ്പം പേഴ്സണൽ സെൽഫിനെ കൂടി കൊണ്ടുവരാനും കുറച്ചൊക്കെയെങ്കിലും അപ്ലൈ ചെയ്യുവാനും നമ്മുടെ വർക്ക് അറ്റ്മോസ്ഫിയറിനെ നല്ലൊരു പോസിറ്റീവ് ആൻഡ് പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആക്കാനും ശ്രമിക്കുകയും ചെയ്യാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.